ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നമ്മുടെ രാവിലെ മുതൽ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. പാചകം മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. നല്ല വെയിലും കാറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. ഇന്നലെ വരെ മഴ പെയ്ത യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണെന്ന് തോന്നുന്നത്. പ്രകൃതി നല്ല വെട്ടം വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ദേ ഞാൻ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് റവയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ പുട്ടുപൊടി നനച്ച് വെക്കത്തില്ലേ, അതുപോലെ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, അതുപോലെ കൊച്ചുള്ളി അല്ലല്ലോ, സവോളയൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി പച്ചമുളകൊക്കെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൈലിലെ ഉപ്പുമാവാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. ഒത്തിരി കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് എന്നും പറയുന്നത് വെറുതെ അല്ല കേട്ടോ. നമുക്ക് സ്റ്റുഡിയോയിൽ നോക്കുമ്പം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. വലിയൊരു ചാനലൊന്നും അല്ല, നമ്മൾ സാധാരണക്കാരെ ആൾക്കാർക്കുള്ള ഒരു ചാനലാണ്. അപ്പം അതിലെ വീഡിയോസ് ഇത്രേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു. നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തട്ടി കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, അതുപോലെ സവോള, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഞാൻ കൊത്തോട് കൂടി തന്നെ ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പാലും ഒക്കെ ആയിട്ടൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൊത്ത് ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അതങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം കേട്ടോ ഞാനിതിലേക്ക് നമ്മുടെ റവപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വറുത്ത റവപ്പൊടിയാണ്, പിന്നെ അത് വറുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഉമ്മച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഉപ്പുമാവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല. അപ്പോൾ അതേ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാനതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. വെള്ളം നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. റവ അങ്ങനെയാണല്ലോ, കുറച്ച് വെള്ളം ആദ്യമൊക്കെ ഒഴിച്ച് വെച്ച് കട്ട പിടിച്ചാലും പിന്നെ അങ്ങ് നല്ലതുപോലെ അങ്ങ് ഡ്രൈ ആവും. അപ്പോൾ അതേ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വെള്ളം കൂടിയതുപോലെയൊക്കെ തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല അതിൻ്റെ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ രാവിലത്തെ കാപ്പി ഉണ്ടാക്കിയത് ഇതായിരുന്നു. പിന്നെ കറിയായിട്ട് ഇതിന് പ്രത്യേകിച്ച് കറി ഇല്ലെങ്കിലും കഴിക്കാനൊക്കെ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. കൊച്ചുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവേ. അപ്പോൾ പിന്നെ പപ്പടവും കൂടെ കാച്ചിട്ടുണ്ടായിരുന്നു. പഴമൊക്കെ കൂട്ടി കഴിക്കുന്നവരുണ്ട്. പിന്നെ ഇത് പപ്പടം കൂട്ടിയിട്ട് ആണ് ഇന്നലെ ഇവിടെ കാപ്പിയൊക്കെ കഴിച്ചത്. ചായ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാനാണെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നലെ വീഡിയോ ഇടാനായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും സമയത്തിന് എഡിറ്റ് നടക്കത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല ഇന്നലെ. അപ്പോൾ ഈ പപ്പടമൊക്കെ കാച്ചി കാപ്പിയൊക്കെ കൊച്ചിനും കൊടുത്ത് സ്കൂളിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ കണ്ടില്ലേ, നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഇന്നലെ വരെ മഴയായിരുന്നു. മഴയാണെങ്കിൽ അങ്ങ് മഴയാണ്, വെയിലാണെങ്കിൽ നല്ല വെയിലുമാണ് കേട്ടോ. വെയിൽ അത്യാവശ്യം നല്ല ചൂടുള്ള വെയിലായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും മല്ലിയും മുളകും ഒക്കെ ആയിട്ടൊന്ന് ഉണക്കിയെടുക്കാനൊക്കെ കുറച്ച് ദിവസമെങ്കിലും ഒരു പ്രകൃതി ഒന്ന് മാറിത്തരുമല്ലോ, മഴയൊക്കെ. ആ ഒരു അന്തരീക്ഷമായിട്ട് തോന്നി. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. മഴയേ പെയ്തിട്ടില്ല. ഇന്നലെ വരെ മഴ പെയ്ത യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ല ചൂടുള്ള വെയിലായിരുന്നു. ഇന്നും വലിയ കുഴപ്പമില്ല. രാവിലെ ചെറുതായിട്ടൊന്ന് ചാറിയിട്ടുണ്ട്. പിന്നെ വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കറി വെക്കുന്നത് ഈ ഒരു കറിയാണ് കേട്ടോ. ഇത് പഴയ ഒരു കറിയാണ്. പണ്ടുണ്ടാക്കുന്നൊരു കറിയാണ്. ഇപ്പോഴാരെങ്കിലും ഉണ്ടാക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ വെണ്ടയ്ക്ക, അതുപോലെ ഉണക്കമീൻ ഏതായാലും മതി കേട്ടോ. ഇവിടെ കുറച്ച് നെത്തോലി ഉണ്ടായിരുന്നു. നെത്തോലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ആ ഭരണിക്കകത്ത് എന്താണെന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഭരണിക്കകത്ത് ഒന്നിൽ ഉപ്പ്, ഒന്നിൽ പുളി, ഒന്നിങ്ങനെ വെറുതെ ഇരിക്കണം. എന്തെങ്കിലുമൊക്കെ ബേക്കറി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് വെക്കും. ഇപ്പം അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഓട്സാണ് കേട്ടോ. ഓട്സ് ഇങ്ങനെ പാക്കറ്റിൽ ഇങ്ങനെ ഞാൻ കെട്ടി അതിൻ്റെ അകത്ത് ഇട്ടേക്കുവാണ്. ശരിക്കും ആ ഒരു വലിയ ഭരണി വെച്ചിട്ടുള്ളത് നമ്മളെ ഉപ്പുമാങ്ങ ഉണ്ടല്ലോ, ഉപ്പുമാങ്ങയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ചിട്ടുള്ളൊരു ഭരണിയായിരുന്നു കേട്ടോ.
അപ്പോൾ അത് ഭരണിക്കകത്ത് എന്താണെന്ന് ഇങ്ങനെ കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആളിനോടാണ് കേട്ടോ പറഞ്ഞത്. ഒന്നിൽ ഉപ്പും പുളിയും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുളിയൊക്കെ ഒന്ന് എടുത്ത് നല്ലതുപോലെ ഞെരടി അതിൻ്റെ പുളി വെള്ളമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഉണക്കമീൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരുപാട് പണ്ട് ഒരുപാട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കറിയാണ് ഇവിടെ. ഇപ്പം അങ്ങനെ ഒത്തിരി നാളായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വെണ്ടയ്ക്ക ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിരുന്നേ. എന്തോ ഓർത്ത് ഞാനതങ്ങ് തട്ടിക്കൊടുത്തു. പിന്നെ അതിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പൊടികൾ എന്തൊക്കെയാണെന്ന് പറയാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ലേശം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞാനതിൽ നിന്ന് വെണ്ടയ്ക്ക മാറ്റി കേട്ടോ. വെണ്ടയ്ക്ക ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടല്ല. ഇതാദ്യം അങ്ങോട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തിട്ട് വേണം കറിയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ കറിയിൽ ഞാൻ 2-3 പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് അതുപോലെ അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ നെത്തോലിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തേങ്ങയും കുറച്ച് ജീരകവും കൂടെ അരച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് താളിച്ചും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഉണക്കമീൻ വെണ്ടയ്ക്ക കറി റെഡിയാണ് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഇട്ടിട്ടും ചെയ്യാവുന്നതാണ്. വഴുതനങ്ങ കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ വെളിച്ചെണ്ണ, കടുക്, കുറച്ച് പച്ച ഉലുവ, പിന്നെ കൊച്ചുള്ളി, കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചതും, കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെയൊക്കെ ഇട്ടിട്ട്, വറ്റൽമുളക് ഇതിലിട്ടിട്ടില്ല, ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പച്ചമീനില്ല, നമ്മുടെ ഉണക്കമീൻ കറിയാണേ. പിന്നെ ഉള്ളത് പച്ചക്കറിയിൽ കുറച്ച് കുമ്പളങ്ങയും അതുപോലെ ചൊരക്കയൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചീഞ്ഞ് പോകുന്ന പച്ചക്കറിയല്ലേ അത് വെച്ചിട്ടൊരു മെഴുക്കുരട്ടി ആക്കാം. പിന്നെ രാവിലെ കാച്ചി വെച്ചിട്ടുള്ള പപ്പടമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഊണ് കേട്ടോ. അങ്ങനെ ഇത് താളിച്ചൊഴിച്ചിട്ടുണ്ട്. കറി അവിടെ റെഡിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ ഞാൻ ആ കുമ്പളങ്ങയിൽ തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ വെള്ളം ഒഴിക്കണ്ടല്ലോ, ആവശ്യത്തിന് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വന്നോളും. ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പച്ച തേങ്ങയും കൂടെ തിരുമിയതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയായിരുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ. നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ മാക്സിമം സപ്പോർട്ടാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നാളെ കാണാം ഇൻഷാ അല്ലാഹ്. നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.